ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് കാളിയമർദ്ദനമാണ്. അതിനുശേഷം ഭഗവാന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ കഥ ഗോപസ്ത്രീ വസ്ത്ര അപഹരണം. എല്ലാവരും ഭക്തിയോടുകൂടി ക്ഷമയോടുകൂടി ഓരോ ഗോപസ്ത്രീകളായി മാറി ഭഗവാന്റെ കൂടെ സഞ്ചരിക്കണം. അങ്ങനെ ശരത്കാലം കഴിഞ്ഞു, ഹേമന്തകാലം അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഭഗവാനോടുള്ള പ്രേമഭക്തി വർദ്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പാദദാസികളായി തീരാനുള്ള അനുഗ്രഹത്തിനു വേണ്ടിയിട്ട് ഈ ഗോപസ്ത്രീകള് മാർഗശീർഷ മാസത്തിലെ പൗർണമി ദിവസം അവസാനിക്കത്തക്ക വിധത്തില്, പൗർണമി ദിവസം മാർഗശീർഷ മാസത്തിലെ പൗർണമി ദിവസം ആ ദിവസം അവസാനിക്കത്തക്ക വിധത്തിലുള്ള ഒരു മാസത്തെ കാർത്യായനി വ്രതം അനുഷ്ഠിക്കുവാൻ ആരംഭിച്ചു. ഈ വ്രതം തീരുന്നത് എന്നാണ്? മാർഗശീർഷ മാസത്തിലെ പൗർണമി ദിവസം. അങ്ങനെ ഒരു മാസം കാർത്യായനി വ്രതം അനുഷ്ഠിക്കുകയാണ്. ഹേമന്ത മാസമാണ്, അതുകൊണ്ട് തന്നെ മരം കോച്ചുന്ന മഞ്ഞാണ്. ഈ ഗോപസ്ത്രീകള് എന്നും വെളുപ്പിനെ എഴുന്നേൽക്കും. എന്നിട്ട് കാളിന്തി നദിയിൽ പോയി കുളിച്ചിട്ട് ഈ കാളിന്തി നദിയിലെ മണ്ണെടുത്തിട്ട് കുഴച്ചിട്ട് കാർത്യായനി ദേവിയുടെ പ്രതിമകൾ ഉണ്ടാക്കി അവയെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചു പൂജിച്ചിട്ട് തങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരയണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഭഗവാന്റെ പത്നിമാരാകാനല്ല അവര് ആഗ്രഹിച്ചത്. അവരെന്താണ് ആഗ്രഹിച്ചത്? ഭഗവാന്റെ പാദദാസികളാകാനാണ് ആഗ്രഹിച്ചത്. കാരണം ഈ ഗോപസ്ത്രീകളെല്ലാം ഭഗവാനേക്കാൾ മുതിർന്ന ആളുകളാണ്. ഭഗവാൻ അപ്പോൾ 8, 9, 10 വയസ്സിൽ താഴെയുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ പത്നിയാകണം എന്നുള്ള ആഗ്രഹമല്ല, പക്ഷെ എപ്പോഴും ഭഗവാന്റെ കൂടെ ഇരിക്കണം, ഭഗവാൻ എൻ്റേതാകണം, എൻ്റെ അടുത്ത് എപ്പോഴും ഇരിക്കണം, എന്നോട് സംസാരിക്കണം, എനിക്ക് വേണ്ടി മുരളി ഊതണം, ഇങ്ങനെയുള്ള ആഗ്രഹമായിരുന്നു ഓരോ ഗോപസ്ത്രീകളുടെയും ഉള്ളില്. അതുകൊണ്ട് തന്നെ അവരുടെ ഭക്തി അത് സത്യമായിരുന്നു. നിഷ്കാമനായ ഒരു കർമ്മയോഗി പ്രാർത്ഥിക്കുന്നതും ഇതു തന്നെയാണ്, ഭഗവാന്റെ പാദദാസ്യം. ആ സ്ഥിതിക്ക് ഗോപസ്ത്രീകള് ആഗ്രഹിച്ചതും അതു തന്നെയാണ്. പക്ഷേ അവർക്ക് അതിൻ്റെ മഹത്വമൊന്നും അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവർക്ക് ഭഗവാനോട്, കണ്ണനോട് പരമമായ സ്നേഹം മാത്രമായിരുന്നു. അങ്ങനെ വ്രതം അവസാനിക്കുന്ന ദിവസമെത്തി. അന്ന് പൗർണമിയാണ്. അന്നാണ് ഒരു മാസത്തെ വ്രതം അവസാനിക്കുന്നത്. മാർഗശീർഷ മാസത്തിലെ പൗർണമി മിക്കവാറും തിരുവാതിര നക്ഷത്രത്തിലാണ് ഉണ്ടാകാറുള്ളത്. അങ്ങനെ ആ തണുത്തുറഞ്ഞ മഞ്ഞു പെയ്യുന്ന ആ ഹേമന്തരാത്രിയുടെ അന്തിയാമത്തിൽ പരമശിവന്റെ ജന്മനക്ഷത്രമായ തിരുവാതിര നക്ഷത്ര ദിവസം വൃന്ദാവനവാസികളായ ഈ ഗോപസ്ത്രീകള്, അതായത് വ്രതം അനുഷ്ഠിക്കുന്ന ഗോപസ്ത്രീകള് എല്ലാവരും ഒന്നിച്ചുകൂടി പാർവതീദേവിയുടെ നാമങ്ങളെല്ലാം പാടിക്കൊണ്ട് അവരെവിടെ എത്തിച്ചേർന്നു? കാളിന്തി നദിയിൽ എത്തിച്ചേർന്നു. വെള്ളം മഞ്ഞുറഞ്ഞു കിടക്കുന്നു. കാളിന്തി നദിയിലെ ജലം അത്രത്തോളം തണുപ്പുള്ളതായിരുന്നു എങ്കിലും ഈ ഗോപസ്ത്രീകൾക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അവര് അതൊന്നും വകവയ്ക്കാതെ നദിയിലേക്ക് ഇറങ്ങി കുളിക്കുകയും അതിനുശേഷം കരയിൽ കയറി മണ്ണ് കുഴച്ച് കാർത്യായനി ദേവിയുടെ പ്രതിമയുണ്ടാക്കി പൂജിക്കുകയും ചെയ്തു. സുഗന്ധമുള്ള പുഷ്പങ്ങളൊക്കെ ദേവിക്ക് സമർപ്പിച്ച്, ആ പുഷ്പങ്ങൾ കൊണ്ട് മാലകൾ ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിച്ച് അവരങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? കൃഷ്ണൻ ഏതു ജന്മത്തിലെങ്കിലും തങ്ങളുടെ ഭർത്താവായി തീരണമേ, അതിനനുഗ്രഹിക്കണമേ എന്നാണ് അവര് പ്രാർത്ഥിക്കുന്നത്.
നിഷ്കാമമായ ഭക്തിയാണ് ആ ഗോപസ്ത്രീകളെ ഇപ്രകാരം ഒരു പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ചത്. കേവലം ഒരു ബാലനായ കൃഷ്ണന്റെ പ്രായത്തെ പോലും അവര് ഗൗനിച്ചില്ല. അതിനു പകരം ഒരു അത്ഭുത കുമാരനായിട്ടാണ് അവര് കൃഷ്ണനെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ സാമീപ്യം അവർ എപ്പോഴും കൊതിച്ചിരുന്നു. ഈ ജന്മത്തിൽ കൊച്ചു കുഞ്ഞാണ്, അതുകൊണ്ട് ഇനി ഏതെങ്കിലും ഒരു ജന്മത്തിൽ തങ്ങളുടെ ഭർത്താവായി തീരണം എന്ന രീതിയിലാണ് അവരെന്ത് ചെയ്തിരുന്നത്, അവരിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. കാരണം കൃഷ്ണൻ തൻ്റേതാണ്, തൻ്റേത് മാത്രമാകണം എന്നുള്ള അവരുടെ ആ ഒരു ആഗ്രഹം, സ്നേഹം, അതാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തൻ്റെ ഭക്തകൾക്ക് ഇങ്ങനെയൊരു ആഗ്രഹമുണ്ട് എന്ന് ആര് മനസ്സിലാക്കുന്നു? കൃഷ്ണൻ മനസ്സിലാക്കുന്നു. അവരെ അനുഗ്രഹിക്കണമെന്ന് ആര് തീരുമാനിക്കുന്നു? കൃഷ്ണൻ തീരുമാനിക്കുന്നു. അന്ന് രാവിലെ പൂജകളൊക്കെ അവസാനിപ്പിച്ചിട്ട് ഉല്ലാസത്തോടുകൂടി ആ ഗോപസ്ത്രീകള് എന്തു ചെയ്യുകയാണ്? അവരുടെ വസ്ത്രമെല്ലാം കരയിൽ അടിച്ചു വെച്ചിട്ട് പൂർണ്ണ നഗ്നരായിട്ട് കാളിന്തിയിൽ ഇറങ്ങി പാട്ടുപാടി തുടിച്ചു കളിക്കുവാൻ തുടങ്ങി. ഒരു മാസത്തെ ഈ വ്രതത്തിനു ശേഷം, പൂജകൾക്കു ശേഷം ഇവരെന്ത് ചെയ്യുകയാണ്? വീണ്ടും കാളിന്തിയിൽ ഇറങ്ങി കുളിക്കുകയാണ്. ആ സമയത്ത് അവരുടെ ശരീരത്തില് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. കാളിന്തി എന്താണ്? പുണ്യനദിയാണ്, ഇല്ലേ? പുണ്യനദിയായ കാളിന്തിയിൽ സ്ത്രീകൾ, പ്രത്യേകിച്ച് ആരും തന്നെ നഗ്നരായി ഇറങ്ങാൻ പാടുള്ളതല്ല. കാരണം കാളിന്തി ഒരു പുണ്യനദിയാണ്. പണ്ട് ഈ കുബേരന്റെ പുത്രന്മാർ, അതായത് വൈശ്രവണന്റെ പുത്രന്മാരായ നളകുബേരനും മണിഗ്രീവനും നഗ്നരായി ഗംഗയിൽ ഇറങ്ങി മദനലീലകൾ ആടിയത് നാരദൻ കാണുകയും അവരെ ശപിക്കുകയും ചെയ്ത കഥ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്രകാരം പുണ്യനദികളിൽ പൂർണ്ണ നഗ്നരായി ആരും തന്നെ ഇറങ്ങാൻ പാടുള്ളതല്ല എന്നൊരു നിയമം നിലനിൽക്കെ ഇവിടെ ഗോപസ്ത്രീകള് പൂർണ്ണ നഗ്നരായി പുണ്യനദിയായ കാളിന്തിയിൽ ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ പാട്ടും തുടിയും കുളിയുമൊക്കെ തകൃതിയായി നടക്കുന്നതിൻ്റെ ഇടയിൽ എന്താണ് സംഭവിക്കുന്നത്? കളി മാറാത്ത കണ്ണൻ സൂത്രത്തിൽ കരയിൽ വന്നിട്ട് ആരും കാണാതെ ആ ചേലകൾ മുഴുവനും വാരിയെടുത്ത് അടുത്തു നിന്നിരുന്ന ഒരു മരത്തിൽ കയറി വസ്ത്രങ്ങൾ ഓരോന്നും ഓരോ കൊമ്പിൽ തൂക്കിയിടുകയാണ്. അതിനുശേഷം ഒരു കൊമ്പിന്മേൽ കയറിയിരുന്നിട്ട് വേണുഗാനം ആലപിക്കുവാനും തുടങ്ങി. ഗോപസ്ത്രീകള് വേണുഗാനം കേട്ട് കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? കൃഷ്ണൻ തങ്ങളുടെ ഉടുതുണികളും വാരിയെടുത്ത് അരയാലിൽ കെട്ടിത്തൂക്കി ഒരു കൊമ്പിന്മേൽ ഇരുന്നു കൊണ്ട് ഒന്നും അറിയാത്ത മട്ടില് ഓടക്കുഴലൂതുന്നു. ഗോപസ്ത്രീകള് കുറെ നേരത്തേക്ക് ജീവനില്ലാത്ത പ്രതിമ പോലെ നിന്നുപോയി. നഗ്നകളായി അവർ എങ്ങനെ കരയ്ക്ക് കയറും? ഇനി കരയ്ക്ക് കയറിയാലും അവരുടെ ചേലകൾ എവിടെയാണ് കിടക്കുന്നത്? ആലിൻ കൊമ്പത്ത് തൂക്കിയിട്ടിരിക്കുന്നു. കൃഷ്ണൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ദുശാഠ്യക്കാരനാണ്. തങ്ങളുടെ ചേലകൾ താഴേക്ക് വലിച്ചെറിഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അത് ചെയ്യുകയുമില്ല. എന്തു ചെയ്യും? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് തീർത്തും അപമാനകരമായ ഒരു കാര്യമാണ്. പൂർണ്ണ നഗ്നയായി പരപുരുഷന്മാരുടെ മുമ്പിൽ ചെല്ലുക എന്നുള്ളത് എത്ര വലിയ പാപമാണ്. ഇതൊക്കെ തങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നല്ലോ എന്ന് അവര് ഓർക്കുകയാണ്. ഏതു ജന്മത്തിലെങ്കിലും പരമപുരുഷനായ കൃഷ്ണൻ തങ്ങളുടെ ഭർത്താവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാർവതി പൂജ നടത്തിയതിന്റെ ഫലം അവർക്ക് ഇങ്ങനെയാണോ ലഭിച്ചത് എന്ന് നമുക്ക് ഈ നിമിഷം തോന്നിപ്പോകാം. അങ്ങനെ ജലത്തിൽ നിന്നുകൊണ്ട് ആ സുന്ദരികൾ ഇങ്ങനെ യാചിക്കുകയാണ്. കൃഷ്ണ, പൊന്നുണ്ണി കണ്ണ, ദയവു ചെയ്ത് ഞങ്ങളുടെ വസ്ത്രങ്ങൾ ഇങ്ങോട്ട് എറിഞ്ഞു തരൂ, ഞങ്ങൾ പാപങ്ങളല്ലേ എന്ന് ചോദിക്കുന്നു. പക്ഷേ കൃഷ്ണൻ ഇതൊന്നും കേട്ട ഭാവം പോലും നടിച്ചില്ല. എന്നിട്ട് പിന്നെയും ഇങ്ങനെ ഓടക്കുഴലിൽ മനോഹരമായ ഗീതങ്ങൾ ഉതിർത്തുകൊണ്ടേയിരുന്നു. വീണ്ടും ഗോപസ്ത്രീകള് കൃഷ്ണനോട് യാചിക്കുകയാണ്. എൻ്റെ കൃഷ്ണ, ഞങ്ങളുടെ വസ്ത്രങ്ങൾ ഇങ്ങോട്ട് എറിഞ്ഞു തരൂ. എത്ര നേരമായി ഞങ്ങൾ ഈ വെള്ളത്തിൽ നിൽക്കുന്നു. എന്താ കൃഷ്ണ ഞങ്ങളിൽ കരുണ തോന്നാത്തത്? ഞങ്ങൾ നിന്നെ എടുത്തു വളർത്തിയവരല്ലേ, പാലും വെണ്ണയും തന്നവരല്ലേ,
നിന്റെ ഓടക്കുഴൽ നാദം കേൾക്കുമ്പോൾ ഓടി വരുന്നവരല്ലേ? ഞങ്ങളുടെ വസ്ത്രങ്ങൾ തരൂ കണ്ണ എന്ന് വീണ്ടും ഇവര് യാചിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ അരുളി ചെയ്തു, വെള്ളത്തിൽ നനഞ്ഞു പോകാതിരിക്കാനല്ലേ നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ അഴിച്ച് കരയിൽ വെച്ചത്? ഞാനപ്പോൾ അങ്ങോട്ട് എറിഞ്ഞു തന്നാൽ ആ വസ്ത്രം വീണ്ടും നനയില്ലേ? ഇങ്ങനെ കൃഷ്ണൻ ചോദിക്കുകയാണ്. അല്ലേ? വസ്ത്രം നനഞ്ഞു പോകാതിരിക്കാനാണല്ലോ കരയിൽ അഴിച്ചു വെച്ചിട്ട് വെള്ളത്തിലേക്ക് പൂർണ്ണ നഗ്നകളായി ഇറങ്ങിയത്. ഇനി വീണ്ടും താഴേക്ക് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ വസ്ത്രങ്ങളെല്ലാം വീണ്ടും കാളുന്തിയിൽ വന്ന് പതിക്കും. അതോടുകൂടി വസ്ത്രം വീണ്ടും നനയും. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് കൃഷ്ണൻ ചോദിക്കുന്നു. ഇല്ല കൃഷ്ണ, ഞങ്ങൾ വെളുപ്പിന് കുളിച്ചപ്പോൾ നനച്ച ചേലകളാണ്. ഇനിയും നനഞ്ഞാലും വിരോധമില്ല. ഇങ്ങോട്ട് എറിഞ്ഞു തരൂ കൃഷ്ണ, ഞങ്ങളുടെ ഓമന കണ്ണനല്ലേ എന്ന് വീണ്ടും അവര് പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരായി കരയ്ക്കു കയറി വന്ന് ചേല വാങ്ങിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് കൃഷ്ണൻ പറയുന്നു. ഉടുതുണിയില്ലാതെ പിറന്ന പാടെ ഞങ്ങൾ എങ്ങനെ കരയ്ക്ക് കയറും കണ്ണ എന്ന് വീണ്ടും അവർ ചോദിക്കുന്നു. ഉടുതുണിയില്ലാതെ പിറന്ന പാടെ നിങ്ങൾ എന്തിനു നിന്നു കുളിച്ചു? പെണ്ണുങ്ങൾ തമ്മിലാണെങ്കിലും പിറന്ന പാടെ നിന്ന് കുളിക്കുവാൻ നിങ്ങൾക്ക് നാണം തോന്നിയില്ലേ? എന്തായാലും നിങ്ങൾ കരയ്ക്കു കയറി വന്നാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ ചേരകൾ തരികയുള്ളൂ എന്ന് കൃഷ്ണൻ പറയുന്നു. ഗോപസ്ത്രീകള് വീണ്ടും കഷ്ടത്തിലായി. നഗ്നരായി അവർ എങ്ങനെ കരയ്ക്കു കയറും? ഇപ്പോൾ തന്നെ നേരം വെളുക്കാറായി. കുറച്ചു കഴിയുമ്പോൾ അവരെ അന്വേഷിച്ച് മറ്റു ഗോപന്മാർ അവിടെ എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ അതിലും കഷ്ടമാകും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ ഗോപസ്ത്രീകള് വീണ്ടും യാചിക്കുകയാണ്. ഹേ കൃഷ്ണ, സുന്ദരമൂർത്തി കൃഷ്ണ, ഞങ്ങൾ നിന്റെ ദാസികളല്ലേ, ഞങ്ങളെ സങ്കടപ്പെടുത്തല്ലേ എന്ന് വീണ്ടും അവർ പറയുകയാണ്. ഉടൻ തന്നെ കൃഷ്ണൻ പുഞ്ചിരിച്ചു കൊണ്ടിരുന്നത് മാത്രമേ ഉള്ളൂ, ഒന്നും മിണ്ടിയില്ല. ആ ഗോപസ്ത്രീകൾ യഥാർത്ഥ കൃഷ്ണഭക്തകളാണ്. അവർക്ക് ദേഹത്തിനോടുള്ള സ്നേഹമാണോ, അതായത് ദേഹ അഭിമാനമാണോ, ദേഹത്തെ മറന്നുള്ള ഭക്തിയാണോ, ഏതാണ് മികച്ചു നിൽക്കുന്നത് എന്ന് ഭഗവാന് അറിയേണ്ടതായിട്ടുണ്ട്. ഭക്തൻ ദേഹത്തെ അവഗണിച്ചുകൊണ്ട് ഭക്തിയിൽ മുഴുകും. അതാണ് ശ്രേഷ്ഠമായ ഭക്തിയോഗം. ഗോപസ്ത്രീകൾക്ക് ആ ഉത്തമ ഭക്തിയുണ്ടോ എന്ന് അറിയുന്നതിനുള്ള ഒരു പരീക്ഷയാണ് വസ്ത്ര അപഹരണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കർമ്മം ഭഗവാൻ ഇവിടെ നിർവഹിച്ചത്. ദേഹത്തിനോടുള്ള സ്നേഹം, ദേഹ അഭിമാനമാണ് അവരിൽ തഴച്ചു നിൽക്കുന്നത് എങ്കിൽ നിശ്ചയമായും നഗ്നകളായി അവർ തൻ്റെ മുമ്പിൽ വരികയില്ല എന്നുള്ള ബോധ്യം കൃഷ്ണന് ഉണ്ടായിരുന്നു. അതിനു പുറമെ ശൃംഗാരത്തിന്റെ കറ അവരുടെ ഭക്തിയിൽ കലരുന്നുണ്ടോ എന്നുകൂടി കൃഷ്ണന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. വെറും നഗ്നകളായി അവർ തൻ്റെ മുമ്പിൽ വരുമ്പോൾ സുന്ദരമെന്ന് തോന്നുന്ന അവരുടെ ദേഹത്തിന്റെ അഭംഗി അവർക്കു തന്നെ ബോധ്യപ്പെടും. ഒരു ഉത്തമ ഭക്ത ദേഹ അഭിമാന ബോധമില്ലാത്ത വിരക്ത യോഗിനിയായിരിക്കണം. അതുകൂടി ഇവിടെ അവരെ ബോധ്യപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശം ഭഗവാന് ഉണ്ടായിരുന്നു. എത്ര തന്നെ യാചിച്ചിട്ടും ഫലമില്ല എന്ന് കണ്ടിട്ട് ആ ഗോപസ്ത്രീകള് തങ്ങളുടെ ശരീരം തങ്ങളുടെ 2 കൈകളും കൊണ്ട് തങ്ങൾക്ക് ആവും വിധം മറച്ചു പിടിച്ചുകൊണ്ട് കൃഷ്ണൻ ഇരിക്കുന്ന അരയാലിന്റെ ചുവട്ടില് വന്നു നിൽക്കുകയാണ്. അവരുടെ ത്യാഗമോഹനമായ ഭക്തി കണ്ട് കൃഷ്ണന് കരുണ തോന്നി എങ്കിലും ഒരു കഠിന ഹൃദയൻ എന്നതുപോലെ കൃഷ്ണൻ വീണ്ടും അവരോട് പറയുകയാണ്. പുണ്യനദിയായ കാളിന്തിയിൽ നഗ്നരായി ഇറങ്ങി കുളിച്ച് ജലക്രീഡകൾ ചെയ്തത് പാപകരമായ പ്രവൃത്തിയാണ്. കാളിന്തി കർമ്മസാക്ഷിയായ സൂര്യന്റെ പുത്രിയായതിനാൽ നിങ്ങൾക്ക് ആദിത്യശാപവും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ 2 കൈകളും ശിരസിൽ വെച്ച് തൊഴുതുകൊണ്ട് ചെയ്ത തെറ്റിന് മാപ്പു തരണമെന്ന് കാളിന്തിയോട് അപേക്ഷിക്കൂ എന്ന് കൃഷ്ണൻ അവരോട്
പറയുകയാണ്. എന്തു ചെയ്യും? തങ്ങളുടെ നഗ്നതയെ തീരെ അവഗണിച്ചുകൊണ്ട്, ശരീരത്തെ തന്നെ അവഗണിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൽപ്പിച്ചതുപോലെ ആ ഗോപസ്ത്രീകൾ ഇരു കൈകളും ശിരസിൽ വെച്ച് കൂപ്പി തൊഴുതുകൊണ്ട് കാളിന്തി നദിയോട് തങ്ങളുടെ തെറ്റിന് മാപ്പപേക്ഷിച്ചു. ദേഹ അഭിമാനം വെടിഞ്ഞ് തൻ്റെ മുമ്പിൽ ഭക്തിയോടുകൂടി നിൽക്കുന്ന ആ പുണ്യവതികളിൽ കണ്ണന് കാരുണ്യം വർദ്ധിക്കുകയും അവരെ മനസ്സു നിറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. തങ്ങളെ ഈ വിധം വിഷമിപ്പിച്ചതിന് ആ ഗോപസ്ത്രീകൾക്ക് കൃഷ്ണനോട് യാതൊരു പരിഭവമോ വെറുപ്പോ തോന്നിയതുമില്ല എന്നുള്ളതും ഇവിടെ എടുത്തു വായിക്കേണ്ടതായിട്ടുണ്ട്. നേരെ മറിച്ച് ആ ഗോപസ്ത്രീകൾക്ക് കൂടുതൽ ഭക്തിയും സ്നേഹവും കൃഷ്ണനോട് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഇവിടെ ഗോപസ്ത്രീകളുടെ വസ്ത്രം ഭഗവാൻ അപഹരിച്ചു എന്ന് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ഇത് ചെയ്തത് എന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും. പലപ്പോഴും നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നത് കൃഷ്ണന്റെ കളികളാണ്, കൃഷ്ണന്റെ തമാശകളാണ്, കുസൃതികളാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ കൃഷ്ണന്റെ തമാശയല്ല, കളികളല്ല. കൃഷ്ണൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് ഓരോരോ അർത്ഥങ്ങളുണ്ട്, ഓരോ ഉദ്ദേശങ്ങളുണ്ട്. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തിനാണ് ഗോപസ്ത്രീകളുടെ വസ്ത്രം അപഹരിച്ചത്? ഒന്നാമത്തേത്, ഒരു കാരണവശാലും പുണ്യനദിയായ കാളിന്തിയിൽ അല്ലെങ്കിൽ ഒരു പുണ്യനദിയിലും വിവസ്ത്രരായി ആരും ഇറങ്ങുവാൻ പാടുള്ളതല്ല എന്ന ഒരു വലിയ സന്ദേശം കൊടുക്കുന്നു. അതുപോലെ തന്നെ യഥാർത്ഥത്തിലുള്ള ഭക്തകൾക്ക് അവർക്ക് സ്വശരീരത്തിനോടുള്ള അമിതമായ ഒരു ആസക്തി ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇല്ലേ? നമ്മൾ പലപ്പോഴും ഒരു മാസത്തിൽ 2 ഏകാദശിയൊക്കെ എടുക്കും, ഇല്ലേ? പലപ്പോഴും നമ്മളോട് നമ്മുടെ വീട്ടിലുള്ള ആളുകൾ എന്താണ് പറയുന്നത്? ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നിന്റെ ശരീരം ക്ഷീണിക്കും, നിനക്ക് തല കറങ്ങും, അല്ലേ? നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ആലോചിക്കും? ശരിയാണ്, എൻ്റെ ശരീരത്തിന് ക്ഷീണമുണ്ടാകും, അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് മാറിയിരുന്ന് എന്ത് ചെയ്യും? ഇങ്ങ് കഴുത്ത് വരെ കഴിക്കും. എന്നിട്ട് കുറെ കാലം കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത രോഗങ്ങളൊക്കെ വരുത്തുകയും അതിന് മരുന്ന് കഴിക്കുകയും ചെയ്യും, ഇല്ലേ? അവിടെയും ദേഹത്തിനോടുള്ള സ്നേഹമാണ്, ശരീരത്തിനോടുള്ള സ്നേഹമാണ് അവിടെയും എന്തു ചെയ്യുന്നത്? മുഴച്ചു നിൽക്കുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിക്കാതിരിക്കുന്നതും നമ്മുടെ ശരീരത്തിനോടുള്ള അമിതമായ ആസക്തിയാണ്. വിശപ്പിനോടും സൗന്ദര്യത്തിനോടും ഒക്കെയുള്ള അമിതമായ ആസക്തിയാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാതെ നമ്മളെ പുറകോട്ട് വലിക്കുന്നത്. ഇവിടെ ഉത്തമ ഭക്തകൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം കൂടി ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളിൽ എന്ത് സന്ദേശമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകിയത് എന്നുള്ള കാര്യം കൂടി ഇവിടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഇന്നത്തെ ഈ കഥാഭാഗം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, എന്നും മാധവത്തിന്റെ കൂടെ ഉണ്ടായിരിക്കുക. ഹരേ കൃഷ്ണ.